bésame toda la noche, no nos queda mucho. മീ ബാൻഡിനെ കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ മീ ബാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഫിറ്റ്നസ് ബാൻഡുകൾ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഡിവൈസ് ആണ്. അതിൽ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ഇങ്ങനെ തുടങ്ങി അവസാനം ഇപ്പോൾ MI ബാൻഡ് 5 വേരിയന്റിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് MI ബാൻഡ് 5ന്റെ അൺബോക്സിങ്ങും ഒരു ഫസ്റ്റ് ലുക്ക് വീഡിയോയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തുടർന്നും ചാനലിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ MI ബാൻഡ് 5ന്റെ ബോക്സ് വരുന്നത്. ഇതാണ് നമ്മുടെ ബോക്സ്. ഒരു ബ്ലാക്ക് ഡിസൈൻ തന്നെയാണ് ഇത്തവണ MI ബാൻഡ് ബോക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ മുകളിലായിട്ട് തന്നെ നമുക്ക് ബാൻഡ് 5 കൊടുക്കുന്നുണ്ട്. സ്ട്രാപ്പിൽ കണക്ട് ചെയ്ത രീതിയിലാണ് ബാൻഡ് 5 നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ MI ബാൻഡ് 5. ശേഷം ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇത് ബാൻഡ് 5ന്റെ ചാർജിങ് കേബിളാണ്. ബാൻഡ് 4ൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് ഒരു മാഗ്നറ്റിക് ചാർജിങ് പോർട്ടാണ് നമ്മുടെ MI ബാൻഡ് 5ലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മാഗ്നറ്റിക് പോർട്ടാണ്. ശേഷം നമുക്ക് ബോക്സിൽ ഒരു യൂസർ മാനുവലാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു യൂസർ മാനുവൽ എന്ന് തന്നെ പറയാൻ. ഇത്രയും തന്നെയാണ് ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാൻഡ് 5നെ കുറിച്ച് നോക്കാം. MI ബാൻഡ് 5ൽ ഒരു 1.1 ഇഞ്ച് സൈസുള്ള എമോ LED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് മുന്നേയുള്ള വാച്ച് സീരീസിലൊക്കെ കൊടുത്തിരുന്നത് 0.95 ഇഞ്ച് സൈസുള്ള ഡിസ്പ്ലേകളായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് കുറച്ചുകൂടി വലിയൊരു ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വലുത് എന്ന് പറയുമ്പോൾ നമുക്ക് അക്കത്തിൽ മാത്രമാണ് വലിപ്പം വന്നത്. സൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ബാൻഡ് 3 ആണ്. അത് ഇതൊക്കെ ഏകദേശം ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെയാണ് തോന്നിക്കുന്നത്. പിന്നെ MI ബാൻഡ് 5ലുള്ള മാറ്റം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചാർജിങ്ങിനെ തന്നെയാണ് പറയാൻ പറ്റുക. ഇതിന് മുന്നേയുള്ള എല്ലാ സീരീസ് വാച്ചിലും നമുക്ക് ബാൻഡിൽ നിന്നും റിമൂവ് ചെയ്തിട്ടായിരുന്നു ചാർജറിലേക്ക് ബാൻഡ് കണക്ട് ചെയ്തിരുന്നത്. ഇനി മുതൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു മാഗ്നറ്റിക് ഫീൽഡോട് കൂടിയിട്ടാണ് ഇതിലെ ചാർജിങ് കൊടുക്കുന്നത്. അതിനായിട്ട് ഇതിൻ്റെ പിൻഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും 2 ഡോട്ടുകൾ. ഇതിലേക്ക് മാഗ്നറ്റിക്കോട് കൂടി ചാർജർ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ മാഗ്നറ്റിക് തന്നെ അത്യാവശ്യം നല്ല പവർ ഉള്ളൊരു മാഗ്നറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഇത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പവർ ആയിക്കൊണ്ട് തന്നെ നമുക്കിത് മാഗ്നറ്റ് ഇതിൽ ഫിറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത്ര പെട്ടെന്നൊന്നും വലിച്ചാലും നമുക്ക് ഊരി പോരുകയില്ല. കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് തന്നെ ഇതിലിരുന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ചാർജിങ് കേബിളും കുറച്ച് നീളമുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ മോഡലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നീളം കൂടിയ ചാർജിങ് കേബിളാണ് MI ബാൻഡ് 5ൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് താഴെയായിട്ട് നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്റർ കാണാൻ സാധിക്കും. MI ബാൻഡ് 4ൽ നിന്നും ഒരു 50% വരെ ആക്യുറേറ്റ് ആയിക്കൊണ്ട് നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്റർ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സെറ്റിങ്സ് ഒക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ തവണ നമുക്ക് MI ബാൻഡ് 4ൽ 6 സ്പോർട്സ് മോഡുകളാണ് ലഭിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇത്തവണ ഇതിൽ 11 സ്പോർട്സ് മോഡുകൾ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് വെള്ളത്തിനടിയിൽ നീന്തുന്ന സമയത്തോ സ്വിമ്മിങ്ങിൻ്റെ സമയത്തൊക്കെ ഇതിലേക്ക് നമുക്ക് മോഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം സ്പോർട്സ് മോഡുകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മെനു സെറ്റപ്പ് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റാറ്റസ് ലെവൽ കാണാൻ സാധിക്കും, നമ്മൾ എത്രത്തോളം സഞ്ചരിച്ചു എന്നുള്ളതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ പായ് ഓപ്ഷനാണ് കൊടുക്കുന്നത്. പിന്നീട് ഹാർട്ട് റേറ്റ്, പിന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. പിന്നെ സ്ട്രെസ് ലെവൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രീത്തിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഇൻഹീല് എക്സ്ഹീല് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രീത്തിങ് ഒന്ന് ചെയ്യാൻ സാധിക്കും ഇതിലായിട്ട്. ശേഷം വരുന്ന ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് മൊബൈൽ ഫോണിൽ നിന്നും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് വെതർ ഓപ്ഷൻ വരുന്നുണ്ട്. വർക്കൗട്ട്സിൽ എന്നുള്ളത് നമുക്ക് ഇൻഡോർ റണ്ണിങ്, ട്രേഡ് മില്ല്, പിന്നെ സൈക്ലിങ്, ഇൻഡോർ സൈക്ലിങ്, വാക്കിങ്, എലിപ്റ്റിക്കൽ, റോളിംഗ് മെഷീന്, യോഗ, ജമ്പ് യോഗ, പൂൾ സ്വിമ്മിങ്, വെയ്റ്റ് ലിഫ്റ്റ്, ഫ്രീ സ്റ്റൈല് എന്നിങ്ങനെ കുറേ അധികം വർക്കൗട്ട്സ് ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ മോർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ DND സംവിധാനം കൊടുക്കുന്നുണ്ട്. ഒരു 3 തരത്തിൽ നമുക്കിതിൽ DND ക്രമീകരിക്കാൻ സാധിക്കും. പിന്നെ അലാറം സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ക്യാമറ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. ഇത് MI ബാൻഡ് 5ൽ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ്.
നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ സെൽഫി ഒക്കെ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് മൊബൈൽ ഒരു സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാൻഡിൽ നിന്ന് തന്നെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്. പിന്നെ അടുത്തായിട്ട് മ്യൂസിക് ഓപ്ഷൻസ്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, ഫൈൻഡ് മൈ ഡിവൈസ്, വേൾഡ് ക്ലോക്ക്, ബാൻഡ് ഡിസ്പ്ലേ ഇതിൽ ക്രമീകരിക്കാൻ സാധിക്കും. സാധാരണയായിട്ട് നമ്മൾ ബാൻഡ് ഡിസ്പ്ലേ ക്രമീകരിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലാണ്. ഇതാണ് നമുക്ക് കുറച്ച് ബാൻഡ് ഡിസ്പ്ലേകൾ ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇതിൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിലും സെറ്റ് ചെയ്താൽ നമുക്ക് ഈ താഴെ വരുന്ന നോട്ടിഫിക്കേഷൻ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ സെറ്റിങ്സ് ഓപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് നോക്കാം. ബ്രൈറ്റ്നസ് തന്നെ നമുക്ക് കുറച്ചുകൂടി നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇത് ലഭിക്കുന്നത്. MI Band 4 കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇതൊരു 4 തരത്തിൽ അഡ്ജസ്റ്റബിളുമാണ്. പിന്നെ ലോക്ക് സ്ക്രീന് അത് നമ്മുടെ പഴയ ബാൻഡിലൊക്കെ ഉള്ളതുപോലെ തന്നെ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അൺലോക്ക് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ ഓട്ടോ സ്ക്രീൻ ലോക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ റീബൂട്ട്, ഫാക്ടറി റീസെറ്റ് തുടങ്ങിയവയൊക്കെയാണ് ഓപ്ഷൻ. കൂടാതെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ മുകളിലും താഴെയുമായിട്ട് കൊടുത്തിട്ടുള്ളവ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് വെക്കാനൊക്കെ സാധിക്കും. സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴുള്ള ഈ ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മാറ്റി ക്രമീകരിക്കാനൊക്കെ സാധിക്കും. MI Band 5 ഒരു 5 AMT വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതായത് ഒരു 50 മീറ്റർ ആഴം വരെയൊക്കെ നമുക്ക് സ്വിമ്മിങ്ങിനൊക്കെ ഈ വാച്ച് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 5 മുതലും അതുപോലെ iOS 10 മുതലും നമുക്ക് ഡിവൈസുകളിൽ വാച്ച് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. MI Band 5 മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയ ഈ ഒരു ബാൻഡാണ്. നമ്മുടെ ബാൻഡ് സാധാരണ MI Band 4 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ബാൻഡ് അതിലേക്ക് കറക്റ്റായിട്ട് സൂട്ട് ആവുമായിരുന്നു. പക്ഷേ ബാൻഡ് 5 സെപ്പറേറ്റ് ഒരു സ്ട്രാപ്പ് തന്നെയാണ് വരുന്നത്. കുറച്ചുകൂടി നീളം കുറഞ്ഞ രീതിയിലുള്ള ഒരു സ്ട്രാപ്പാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ബാൻഡ് 3 റബ്ബർ സ്ട്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കറക്റ്റ് ഫിറ്റ് ആക്കി ഇരിക്കാനൊക്കെ സാധിക്കും. പക്ഷേ നമ്മുടെ സ്റ്റീല് മറ്റു ഡിസൈനുള്ള സ്ട്രാപ്പുകൾ നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ആവുകയില്ല. ഈ ഒരു ബാൻഡ് കുറച്ച് ഒരു തിക്കറാണ്. കാരണം ഒരു 1.1 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു സൈസ് നമുക്ക് ബാൻഡിലേക്ക് കറക്റ്റായിട്ട് ഇരിക്കുകയില്ല. റബ്ബർ സ്ട്രാപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്ട്രാപ്പിൽ ഫിറ്റ് ആക്കി ഇരിക്കുന്നുണ്ട്. 125 mAh ബാറ്ററിയാണ് ബാൻഡ് 5 കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബാൻഡ് 4 പോലെ തന്നെ ഒരു 14 ദിവസത്തെ ബാറ്ററി ബാക്കപ്പാണ് കമ്പനി ഇതിനെ അവകാശപ്പെടുന്നത്. നമുക്കറിയാം MI Band അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഒരു ബാൻഡ് തന്നെയാണ്. ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു 3 ആണെങ്കിൽ തന്നെ എനിക്കൊരു 10 ദിവസത്തോളം ബാറ്ററി ബാക്കപ്പ് ഇത് ലഭിക്കുന്നുണ്ട്. ഒരു 1 ലൈനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ MI Band 4 നിന്നും അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് ആകെ ലഭിക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എക്സസൈസ് മോഡുകളും അതുപോലെ നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു MI Band 5 സെലക്ട് ചെയ്യാവുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു MI Band 5 അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ലുക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.